Good day to all of you. Welcome to Easy Physics. Learn physics as easy as 1, 2, 3. ഫിസിക്സ് പഠിക്കാൻ വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളുടെ മാത്തമാറ്റിക്കൽ സ്കിൽസ് ഒന്ന് ഷാർപ്പൻ ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഈ ചാനലിലൂടെ ഫിസിക്സ് കൂടാതെ ഇടയ്ക്കൊക്കെ ഞാൻ കുറച്ച് മാത്തമാറ്റിക്കൽ സ്കിൽ ഇംപ്രൂവ് ചെയ്യാനുള്ള ടിപ്സും ട്രിക്സ് ഒക്കെ പറഞ്ഞു തരാറുണ്ട്. ഇന്നത്തെ വീഡിയോ അതുപോലൊരു വീഡിയോ ആണ്. ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് സ്ക്വയേഴ്സിന്റെ സ്ക്വയർ റൂട്ട് വളരെ ഈസി ആയിട്ട് ക്വിക്കായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള വലിയ നമ്പേഴ്സിന്റെ സ്ക്വയർ റൂട്ട് ഒരു 3 സെക്കൻഡ്സ് ഓർ 5 സെക്കൻഡ്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സാധാരണ ട്രഡീഷണൽ മെത്തേഡ് ഓഫ് ഫൈൻഡിങ് സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് ലോങ് ഡിവിഷൻ മെത്തേഡ് ആണ്. കുറച്ചധികം സ്റ്റെപ്സ് എഴുതണം, കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണ്. അതേസമയം ഈ ഒരു ടെക്നിക് ഞാനിപ്പോൾ പറഞ്ഞുതരാൻ പോകുന്ന ഒരു ടെക്നിക്ക് പഠിച്ചു കഴിഞ്ഞാൽ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആണെങ്കിൽ അതിന്റെ സ്ക്വയർ റൂട്ട് നമുക്ക് പെട്ടെന്ന് ഒരു വിതിൻ 3 സെക്കൻഡ്സ് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. അതിനുവേണ്ടി ആദ്യമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് 1 to 10ന്റെ സ്ക്വയേഴ്സ് എല്ലാവർക്കും അറിയാം അല്ലെ. 1ന്റെ സ്ക്വയർ 1 ആണ്. അതുപോലെ 2 സ്ക്വയർ ഇസ് 4, 3 സ്ക്വയർ ഇസ് 9, 4 സ്ക്വയർ ഇസ് 16, 5 സ്ക്വയർ 25 ആണ്. അതുപോലെ 10 വരെയുള്ള നമ്പേഴ്സിന്റെ സ്ക്വയേഴ്സ് ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിനകത്ത് ഒരു കാര്യം പ്രത്യേകമായിട്ട് നോട്ടീസ് ചെയ്ത് വെക്കാം. എന്താണ് ആ കാര്യം പ്രത്യേകമായിട്ട് നോട്ടീസ് ചെയ്യേണ്ടത്? ഞാൻ ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് ചില നമ്പേഴ്സ് എഴുതി വെച്ചിട്ടുണ്ട്. അതായത് 1ന്റെ അതുപോലെ 9ന്റെയും സ്ക്വയർ എൻഡ് ചെയ്യുന്നത് 1ലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ ആ പെർഫെക്റ്റ് അതായത് സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാനുള്ള പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആണെങ്കിൽ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാനുള്ള നമ്പർ ക്വസ്റ്റ്യൻ അതിന്റെ അവസാനത്തെ സംഖ്യ 1 ആണെങ്കിൽ നിങ്ങളുടെ ആൻസർ ഒന്നുകിൽ 1ൽ അവസാനിക്കും അല്ലെങ്കിൽ 9ൽ അവസാനിക്കും. കാരണം 1ന്റെ സ്ക്വയർ 1 ആണ്, 9ന്റെ സ്ക്വയർ 81 അല്ലെ. അപ്പൊ അതും 1ലാണ് അവസാനിക്കുന്നത്. ഈ നമ്പേഴ്സിന് പ്രത്യേകത ഉണ്ട്. അത് കോൺജുഗേറ്റ്, അതായത് 9 എന്ന് പറയുന്നത് 10 - 1 ആണല്ലോ. അപ്പൊ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഓർത്ത് വെക്കുകയും ചെയ്യാം. ഇനി നമ്മളുടെ ക്വസ്റ്റ്യനിലെ നമ്പർ അവസാനിക്കുന്നത് 4ലാണെങ്കിൽ ഓക്കെ, നിങ്ങളുടെ ആൻസർ അവസാനിക്കുന്നത് ഒന്നുകിൽ 2ൽ അല്ലെങ്കിൽ 8ലായിരിക്കും. കാരണം 2ന്റെ സ്ക്വയർ 4, 8ന്റെ സ്ക്വയർ 64, രണ്ടും അവസാനിക്കുന്നത് 4ലാണ്. 9 ആണ് ക്വസ്റ്റ്യൻ എങ്കിൽ നിങ്ങളുടെ ആൻസർ മസ്റ്റ് എൻഡ് വിത്ത് 3 or 7. 6 ആണ് ക്വസ്റ്റ്യനിലെ ലാസ്റ്റ് നമ്പർ, അതായത് 1ന്റെ സ്ഥാനത്ത് കിടക്കുന്ന നമ്പർ എങ്കിൽ നിങ്ങളുടെ ആൻസറിൽ അവസാനത്തെ നമ്പർ എന്തായിരിക്കും? ഒന്നുകിൽ 4 അല്ലെങ്കിൽ 6. 5ൽ അവസാനിക്കുന്ന സംഖ്യകളാണെങ്കിൽ ഡെഫിനറ്റ്ലി ആൻസർ വിൽ എൻഡ് വിത്ത് 5 ഓൺലി. 0ത്തിൽ അവസാനിക്കുന്നതാണെങ്കിൽ ആൻസറും 0ത്തിലാണ് അവസാനിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ടെക്നിക്ക് നമുക്ക് പെർഫെക്റ്റ് സ്ക്വയേഴ്സിന്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അടുത്തൊരു വീഡിയോയിലൂടെ നോൺ പെർഫെക്റ്റ് സ്ക്വയേഴ്സിന്റെ സ്ക്വയർ റൂട്ടും നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് ഉണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇന്നത്തെ വീഡിയോ എക്സ്ക്ലൂസീവ്ലി ഫോർ പെർഫെക്റ്റ് സ്ക്വയേഴ്സ്. ഓക്കെ, ഒരു എക്സാമ്പിൾ കാണിച്ചുകൊണ്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം എങ്ങനെയാണ് ഈ മെത്തേഡ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. കണ്ടുപിടിക്കേണ്ട റൂട്ട് 1764ൻ്റെതാണ്. ആദ്യം ചെയ്യേണ്ട പ്രൊസീജിയർ എന്ന് പറയുന്നത് ഈ നമ്പറിനെ നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം, രണ്ടായിട്ട് ഈക്വൽ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഓക്കെ, 1764നെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 64 എന്ന് പറയുന്ന ഒരു പെയർ കിട്ടും. അതുപോലെ 17 എന്ന് പറയുന്ന ഒരു നമ്പറും കിട്ടും അല്ലെ. ഇനി 64 അതിലെ അവസാനത്തെ എൻഡ് ചെയ്യുന്ന നമ്പർ ഏതാണ്? 4ലാണ് അവസാനിക്കുന്നത്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു 4ൽ അവസാനിക്കുന്നതാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ എങ്കിൽ ആൻസർ ഒന്നുകിൽ 2ൽ അവസാനിക്കും അല്ലെങ്കിൽ 8ലാണ് അവസാനിക്കുന്നത്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ നോട്ടീസ് ചെയ്തു. ക്വസ്റ്റ്യന്റെ അവസാനത്തെ അക്കം 4 ആയതുകൊണ്ട് ആൻസറിന്റെ അവസാനത്തെ അക്കം ഒന്നുകിൽ 2 ആയിരിക്കും അല്ലെങ്കിൽ 8 ആയിരിക്കും. ഇനി ആദ്യത്തെ ഒരു സെറ്റിലോട്ട് നോക്കാം. ആദ്യത്തെ സെറ്റ് എന്താണ്? 17. 17 എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല അല്ലെ. അതേസമയം 17ന്റെ തൊട്ടടുത്ത് കിടക്കുന്ന, തൊട്ട് താഴെ കിടക്കുന്ന 16 അത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. 16ന്റെ റൂട്ട് എത്രയാണ് നമുക്കറിയാം, കാരണം 1 മുതൽ 10 വരെയുള്ള സംഖ്യകളുടെ സ്ക്വയർ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ടല്ലോ. അപ്പൊ 16ന്റെ റൂട്ട് 4 ആണെന്ന് നമുക്കറിയാം അല്ലെ. അപ്പൊ നിങ്ങൾക്ക് ആൻസറിൽ 2 ചോയ്സ് ആണ് ഇപ്പൊ ഞാൻ തന്നത്. നിങ്ങളുടെ ആൻസർ ഒന്നുകിൽ 42 ആയിരിക്കും അല്ലെങ്കിൽ 48 ആയിരിക്കും. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഈ ഒരു ചോയ്സ് ഏതാണ് കറക്റ്റ് എന്ന് കണ്ടുപിടിച്ചാൽ മതി. ഒന്നുകിൽ 42 അല്ലെങ്കിൽ 48. ഇതിൽ ഏതാണ് കറക്റ്റ് എന്ന് കണ്ടുപിടിക്കാനായിട്ട്
4നെ അതിന്റെ തൊട്ടടുത്തുള്ള സംഖ്യയായിട്ടുള്ള 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 4നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നത് 20. ഇനി 20 എന്ന് പറയുന്ന സംഖ്യ 17 കമ്പയർ ചെയ്യുമ്പോൾ 17 20നേക്കാൾ ചെറിയ സംഖ്യയാണ് അല്ലെ. 17 എന്ന് പറയുന്നത് 20നേക്കാൾ ചെറിയ സംഖ്യയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആൻസർ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഈ ചോയ്സിലെ ചെറിയ സംഖ്യയാണ് നിങ്ങളുടെ ഉത്തരം. അതായത് √1764 വിൽ ബി വാട്ട്? ഇതിലെ ചെറിയ സംഖ്യയായിട്ടുള്ള 42 ഓക്കെ. ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കൊണ്ടാണ് ഇത്രയും സമയം എടുത്തത്. പക്ഷെ നമ്മൾ ചെയ്തു തുടങ്ങുമ്പോൾ നമുക്ക് ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഞാൻ കുറച്ചുകൂടെ നമ്പേഴ്സ് ഒന്ന് കാണിക്കാം. അപ്പൊ നിങ്ങൾക്ക് അതുപോലെ എന്റെ കൂടെ ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ചിലപ്പോൾ എന്നെക്കാളും ക്വിക്കായിട്ട് ചെയ്തു തീർക്കാൻ പറ്റുന്നുണ്ടായിരിക്കും. 3364 എന്താണ് ഫസ്റ്റത്തെ സ്റ്റെപ്പ്? നമുക്ക് ഇതിനെ ഡിവൈഡ് ചെയ്യാം, രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം അല്ലെ. 4ൽ അവസാനിക്കുന്നത് കൊണ്ട് ഇതിന്റെ റൂട്ട് എന്ന് പറയുന്നത് ഒന്നുകിൽ 2ൽ അവസാനിക്കണം, അല്ലെങ്കിൽ 8ലാണ് അവസാനിക്കേണ്ടത്. ഇനി നമ്മൾ നോക്കേണ്ടത് 33ന് താഴെയുള്ള പെർഫെക്റ്റ് സ്ക്വയർ ഏതാണ്? 25. 25 എന്ന് പറയുന്നത് 25ന്റെ റൂട്ട് 5 ആണ് അല്ലെ. അപ്പൊ നിങ്ങൾക്ക് ചോയ്സ് കിട്ടി, ആൻസറിന്റെ ചോയ്സ് 52 അല്ലെങ്കിൽ 58. ഇതില് ഏതാണെന്ന് ചൂസ് ചെയ്യാൻ വേണ്ടിട്ട് എന്ത് നോക്കണം? 5നെ അതിന്റെ തൊട്ടടുത്തുള്ള സംഖ്യയായിട്ടുള്ള 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 5 × 6 30 ഇനി നമ്മൾ ഈ 33 കമ്പയർ ചെയ്യുമ്പോൾ 33 30നേക്കാൾ വലുതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആൻസർ വലിയ, ഈ ചോയ്സിലുള്ള വലിയ നമ്പർ 3364ന്റെ റൂട്ട് എന്ന് പറയുന്നത് 58 ആയിരിക്കും. ഓക്കെ, അടുത്ത നമ്പർ നോക്കാം പെട്ടെന്ന്. 56 25 5ൽ മാത്രമേ അവസാനിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ചോദ്യം വളരെ എളുപ്പമായിരിക്കും. 56ന്റെ തൊട്ട് താഴേക്ക് എടുക്കുന്ന പെർഫെക്റ്റ് സ്ക്വയർ ഏതാണ്? 49. 49 7ന്റെ സ്ക്വയർ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആൻസർ 75. ഇവിടെ ചോയ്സ് ഒന്നുമില്ല, നിങ്ങൾക്ക് ഒറ്റയടിക്ക് തന്നെ ആൻസർ കിട്ടി 75. ഇനി അടുത്തൊരു നമ്പർ 68 89. എന്താണ്? 9ൽ അവസാനിക്കുന്നത് കൊണ്ട് 3ൽ അല്ലെങ്കിൽ 7ലാണ് നിങ്ങളുടെ ഉത്തരം അവസാനിക്കേണ്ടത്. 68ന്റെ താഴേക്ക് എടുക്കുന്ന പെർഫെക്റ്റ് സ്ക്വയർ 64. 64 എന്ന് പറയുന്നത് 8ന്റെ സ്ക്വയർ ആണ്. നിങ്ങൾക്ക് ഒന്നുകിൽ 83 അല്ലെങ്കിൽ 87 ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണം? 8നെ 9 കൊണ്ട്, 8ന്റെ തൊട്ടടുത്തുള്ള സംഖ്യ 9 ആണ്, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 72. 68 എന്ന് പറയുന്നത് 72നേക്കാളും ചെറുതാണ്. അപ്പൊ കൂട്ടത്തിൽ ചെറിയ ആളാണ് നമ്മളുടെ ആൻസർ. √6889 എന്ന് പറയുന്നതിന്റെ ആൻസർ 83 ആയിട്ടാണ് വരിക. ഓക്കെ, ഒന്നുകൂടെ ചെയ്ത് നോക്കാം. 9216. 6ൽ അവസാനിക്കുന്നത് കൊണ്ട് തന്നെ ഇതിന്റെ ഉത്തരം നമുക്ക് ഒന്നുകിൽ 4ൽ അവസാനിക്കും, അല്ലെങ്കിൽ 6ലാണ് അവസാനിക്കുക. ഇനി എന്ത് ചെയ്യണം? 92. 92ന്റെ താഴെയുള്ള പെർഫെക്റ്റ് സ്ക്വയർ എത്രയാണ്? 81. 81 എന്ന് പറയുന്നത് 9ന്റെ സ്ക്വയർ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കിട്ടിയ ചോയ്സ് 94 അല്ലെങ്കിൽ 96. ഇതിലേതാണെന്ന് ചൂസ് ചെയ്യാൻ എന്ത് ചെയ്യണം? 9ന്റെ തൊട്ടടുത്തുള്ള സംഖ്യയായിട്ടുള്ള 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. നമുക്ക് കിട്ടുന്ന ആൻസർ 90 ആണ്. 92 എന്ന് പറയുന്നത് 90നേക്കാളും വലുതാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ചോയ്സിലെ വലുതാണ് നമ്മളുടെ ആൻസർ ആയിട്ട് വരിക. √9216 is equal to 96. എല്ലാവർക്കും ഈ ടെക്നിക്ക് മനസ്സിലായല്ലോ അല്ലെ. നമ്മൾ കൂടുതൽ നമ്പേഴ്സ് എടുത്ത് പ്രാക്ടീസ് ചെയ്ത് നോക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ആൻസർ കിട്ടുമ്പോൾ നമുക്ക് ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവും അല്ലെ. അതുകൊണ്ട് തന്നെ മാത്സ് ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് നമുക്ക് കൂട്ടാൻ പറ്റും. അതാണ് ഈ ടെക്നിക്സ്, അതായത് ഷോർട്ട് കട്ട് മെത്തേഡ്സ് പഠിക്കുന്നതിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് മാത്സ് ചെയ്യാനായിട്ടുള്ള ഇഷ്ടം കൂടും. ഇഷ്ടത്തോടുകൂടി ചെയ്താൽ മാത്രമാണ് നമുക്ക് വളരെ കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യുള്ളൂ. ഓക്കെ, ഞാനിവിടെ ഒരു 3 ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോ വാച്ച് ചെയ്തതിനു ശേഷം ഈ 3 ക്വസ്റ്റ്യന്റെ ആൻസർ നിങ്ങൾക്ക് 5 സെക്കൻഡ്സിലും താഴെ എടുത്തിട്ട് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുവാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. ലെറ്റ് മീ സീ ഹൗ മെനി ഓഫ് യു ഹാവ് മാസ്റ്റർഡ് ദിസ് ടെക്നിക്. ഓക്കെ, നമ്മൾ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഞാനൊരു സ്പെഷ്യൽ നമ്പറിനെ പരിചയപ്പെടുത്താൻ പോവാണ്. √1296. നമ്മൾ മെത്തേഡ് പഠിച്ചിട്ടുണ്ട്. ഈ മെത്തേഡ് വെച്ചിട്ട് ഈ ഒരു നമ്പറിന്റെ റൂട്ട് കണ്ടുപിടിക്കാൻ ഒന്ന് ശ്രമിച്ചു നോക്കാം അല്ലെ. എന്ത് ചെയ്യണം? 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. 6ൽ അവസാനിക്കുന്നത് കൊണ്ട് ഇതിന്റെ ആൻസർ ഒന്നുകിൽ 4ൽ അവസാനിക്കണം, അല്ലെങ്കിൽ 6ലാണ് അവസാനിക്കേണ്ടത്. 12ന്റെ തൊട്ട് താഴെയുള്ള പെർഫെക്റ്റ് സ്ക്വയർ 9 ആണ്.
9 എന്ന് പറയുന്നത് 3ന്റെ സ്ക്വയർ ആണ് അല്ലെ. അപ്പൊ നിങ്ങൾക്ക് 2 ചോയ്സ് കിട്ടി, 34 അല്ലെങ്കിൽ 36. ഇതിൽ നിന്ന് ഏതാണ് കറക്റ്റ് ആൻസർ എന്ന് കണ്ടുപിടിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം? 3നെ അതിന്റെ തൊട്ടടുത്തുള്ള സംഖ്യയായിട്ടുള്ള 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 3നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താ കിട്ടിയത്? 12. ഇവിടെ കിടക്കുന്ന സംഖ്യയും 12 ആണ്. അപ്പൊ ഇത് 12 എന്ന് പറയുന്നത് ഈക്വൽ ആണ് അല്ലെ, ചെറുതും അല്ല വലുതും അല്ല. അപ്പൊ നിങ്ങൾക്ക് ഇതിന്ന് ചെറുതാണോ വലുതാണോ ആൻസർ എന്ന് കണ്ടുപിടിക്കാൻ ഈ ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് പറ്റില്ല. ഈ ഒരു സംഖ്യക്ക് വളരെയേറെ പ്രത്യേകതകളുണ്ട്. ഓക്കെ, അതായത് ഇപ്പോ നമുക്ക് അറിയാവുന്ന ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് വെച്ചുകൊണ്ടും 1266ന്റെ സ്ക്വയർ റൂട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. 1296ന്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലോങ് ഡിവിഷൻ മെത്തേഡ് തന്നെ ഉപയോഗിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചു വെക്കുക, 36ന്റെ സ്ക്വയർ ആണ് 1296. അതുകൊണ്ട് തന്നെ 1296ന്റെ സ്ക്വയർ റൂട്ട് 36 ആണെന്ന് നമ്മൾ ഓർത്ത് പഠിച്ചു വെക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ലോങ് ഡിവിഷൻ മെത്തേഡ് യൂസ് ചെയ്യുക. ഈ ഒരു ടെക്നിക്കോ ട്രിക്കോ ഈ നമ്പറിന്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കാൻ പറ്റില്ല. പക്ഷെ ബാക്കിയുള്ള ഏത് പെർഫെക്റ്റ് സ്ക്വയറിന്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാനും നമ്മൾ ഇപ്പോൾ പഠിച്ച ടെക്നിക്ക് കൊണ്ട് പറ്റും. നിങ്ങൾ കൂടുതൽ കൂടുതൽ നമ്പേഴ്സ് എടുത്തിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. കാൽക്കുലേറ്റർ വെച്ചൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് ഈ ടെക്നിക്ക് കൊണ്ട് കിട്ടിയ ഉത്തരം കറക്റ്റ് ആണോ എന്നുള്ളത്. കറക്റ്റ് ആണെന്ന് കാണുമ്പോഴുള്ള ആ സന്തോഷവും എക്സൈറ്റ്മെന്റും തന്നെയാണ് മാത്സ് പഠിക്കാനുള്ള നിങ്ങളുടെ ഇൻട്രസ്റ്റ് കൂട്ടാനുള്ള ഏറ്റവും വലിയ മരുന്ന്. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ വണ്ടർഫുൾ ഡേ ahead to all of you.